കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചില സംഭവങ്ങൾ മധ്യേഷ്യൻ രാഷ്ട്രങ്ങളും യൂറോപ്പും തമ്മിലുള്ള അന്തരീക്ഷം കൂടുതൽ കലുഷിതമാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. ആണവ പദ്ധതി സംബന്ധിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെയും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെയും പ്രസ്താവനകൾ, അറബ് രാഷ്ട്രങ്ങളുടെ കടുത്ത നിലപാട്, റഷ്യയിൽ ഉക്രൈൻ നടത്തിയ തിരിച്ചടി ഇവയെല്ലാം യൂറോപ്പ് മധ്യേഷ്യ സംഘർഷാവസ്ഥ രൂക്ഷമാക്കുന്നുണ്ട്. ഇത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും ഭീഷണിയാകുകയാണ്. മധ്യേഷ്യയിലും യൂറോപ്പിലും ഉണ്ടായിട്ടുള്ള ഈ ഒരു അരക്ഷിതാവസ്ഥ ഇന്ത്യൻ ഓഹരി വിപണിയെയും പിടിച്ചു കുലുക്കുന്നുണ്ട്. അമേരിക്കയ്ക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഇറാൻ രംഗത്തെത്തിയത് ആണവ പദ്ധതികളിലെ ചർച്ചാ സാധ്യതകൾ അടച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇറാനെതിരെ കൂടുതൽ ലോകരാഷ്ട്രങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാകും. ഇത് ഇറാന്റെ മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയിൽ തന്നെ ആശങ്കയുടെ കരിനിഴൽ പടർത്തും. അങ്ങനെ സംഭവിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥയെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പറയാനാകില്ല. ഇന്നലെ അമേരിക്കയിൽ ഷോപ്പിംഗ് നടത്തുന്നതിൽ നിന്ന് ഇറാൻ ഉദ്യോഗസ്ഥരെ അമേരിക്ക വിലക്കിയത് നയതന്ത്ര ഉപരോധത്തിന്റെ മറ്റൊരു കാഴ്ചയാണ്. ആണവ പദ്ധതികൾ സംബന്ധിച്ച തർക്കമാണ് ഇറാൻ US ഭിന്നത രൂക്ഷമാക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ കൊഴുപ്പിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖമേനിയുടെ ഒരു പ്രസ്താവനയാണ് ഇതിന് ആധാരം. ആണവ പദ്ധതികൾ സംബന്ധിച്ച് ഇനി US-ഉമായി ചർച്ചയ്ക്കില്ല എന്ന് ഖമനേയി വ്യക്തമാക്കിയിരുന്നു. ഈ നിലപാട് തന്നെ ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കൂടി ആവർത്തിച്ചതോടെയാണ് ഇറാൻ US ഭിന്നത കൂടുതൽ ശക്തമാകുകയാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചത്. യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതികൾ ഇറാൻ തുടരുമെന്ന് പ്രഖ്യാപിച്ച ആയത്തുള്ള ഖമനേയി US-ഉമായുള്ള ചർച്ചാ സാധ്യതകൾ അടഞ്ഞുവെന്നും പറഞ്ഞിരുന്നു. ഇത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വാതിൽ തുറക്കുകയാണോ എന്ന ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം 2015 മുതൽ തന്നെ യുറാനിയം സമ്പുഷ്ടീകരണത്തെ ചൊല്ലി ഇറാനും US-ഉം മറ്റ് ലോകരാഷ്ട്രങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇറാനെതിരെ യൂറോപ്പ് അടക്കമുള്ള രാഷ്ട്രങ്ങൾ സാമ്പത്തിക ഉപരോധമടക്കം ഏർപ്പെടുന്നതിലേക്കും ഇത് നയിച്ചിരുന്നു. ഇതിനിടയിൽ 3 മാസങ്ങൾക്ക് മുൻപ് ഇസ്രയേലും തൊട്ടടുത്ത ദിവസം അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയിരുന്നു. 2015-ലെ ആണവ കരാറിനെ നോക്കുകുത്തിയാക്കി ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു ജൂണിൽ നടന്ന ആക്രമണം. ഇക്കാര്യത്തിൽ ഇറാനിൽ US-നും ഇസ്രയേലിനുമെതിരെ കടുത്ത രോഷം നിലനിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം UN പൊതുസഭ ചേർന്നതും പൊതുസഭയിലെ പ്രസംഗത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയതും. മുൻവശത്ത് കിൽഡ് ബൈ ഇസ്രയേൽ എന്നെഴുതിയ പുസ്തകം ഉയർത്തിക്കാട്ടി ആക്രമണത്തിന് ഇരയായവരുടെ ചിത്രങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ട് പെസഷ്കിയാൻ UN-ൽ പ്രസംഗിച്ചത് ആക്രമണം നയതന്ത്ര മര്യാദകളുടെ ലംഘനമാണ് എന്നായിരുന്നു. സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെ ഉണ്ടായ ആക്രമണം നീതീകരിക്കാനാകില്ല എന്നുകൂടി പെസഷ്കിയാൻ UN-ൽ നിലപാടെടുത്തു. ഇതിന് പിന്നാലെയാണ് ഖമനേയി അമേരിക്കയെ നിരാകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ചർച്ച വേണമെന്ന് ട്രംപ് പറയുന്നത് സ്വന്തം നേട്ടം ലക്ഷ്യമിട്ടാണ് എന്നാണ് ഖമനേയി പറയുന്നത്. ഇങ്ങനെ ചർച്ചകൾ നടത്തിയ ശേഷം അതെല്ലാം സ്വന്തം ക്രെഡിറ്റായി മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന ട്രംപിന്റെ ചർച്ചകൾ കൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഇറാന് മാത്രമാണ് എന്നും അത്തരം ചർച്ചകൾ അംഗീകരിക്കാനാകില്ല എന്നുമാണ് ഖമനേയിയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ US-ഉമായുള്ള ചർച്ചാ സാധ്യതകൾ അടഞ്ഞുവെന്നും യുറാനിയം പദ്ധതികൾ ഇറാൻ തുടരുമെന്നുമുള്ള ഖമനേയിയുടെ വാക്കുകൾ US-നെയും ഇസ്രയേലിനെയും ചൊടിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത് ഇസ്രയേലും അമേരിക്കയും ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഇറാൻ തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ചാൽ അതും മധ്യേഷ്യയ്ക്ക് മേൽ പുതിയ സംഘർഷത്തിന്റെ കരിനിഴൽ പടർത്തലാകും. അതോടൊപ്പം തന്നെ ഇറാനിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിൽ ഷോപ്പിങ്ങിന് വിലക്കേർപ്പെടുത്തിയതും ഉപരോധങ്ങളുടെ ഗണത്തിൽ പെടുത്തേണ്ടി വരും. കാരണം റഷ്യ അടക്കം പല രാജ്യങ്ങളും അമേരിക്കയിൽ ഇത്തരം ഷോപ്പിംഗ് വിലക്കുകളും യാത്രാ വിലക്കുകളും നേരിടുന്നുണ്ട്. തങ്ങളോട് എതിർത്ത് നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെല്ലാം ഇത്തരം വിലക്കുകൾ അമേരിക്ക ഏർപ്പെടുത്തുന്നത് ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇന്നലെ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്ക് നൽകിയ നോട്ടീസിലും താമസ സ്ഥലത്ത് നിന്ന് ഓഫീസിലേക്കോ മറ്റ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കോ ഉള്ള യാത്രകൾക്കപ്പുറം മറ്റ് യാത്രകൾ പാടില്ല എന്ന് വിലക്കിയതും മുൻകൂർ അനുമതിയില്ലാതെ ഷോപ്പിംഗ് നടത്തരുത് എന്നുമുള്ള നോട്ടീസ് നയതന്ത്ര ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം ഗാസയിൽ നടക്കുന്ന അധിനിവേശ ശ്രമങ്ങളോട് അറബ് രാഷ്ട്രങ്ങൾ കടുത്ത എതിർപ്പിലാണ്. എന്നാൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തെ ചെറുക്കുമെന്ന് അറബ് രാഷ്ട്ര തലവന്മാർക്ക് ട്രംപ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം സർവ്വസീമകളുടെയും ലംഘനമായി കണക്കാക്കുമെന്നാണ് ട്രംപ് അറബ് രാഷ്ട്ര തലവന്മാർക്ക് നൽകിയ വാക്ക്.
US മധ്യസ്ഥതയെ തുടർന്ന് ഉറപ്പാക്കിയ ഇസ്രയേൽ UAE സമാധാന ഉടമ്പടി അപ്രസക്തമാകുമെന്ന് ഇക്കാര്യത്തിൽ UAEയും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ യുഎന്നിലെ പ്രസംഗത്തിനായാണ് ഏവരും കാതോർക്കുന്നത്. അതിനിടെ മധ്യേഷ്യൻ മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിതുറന്ന് ഉക്രൈൻ ഇന്നലെ റഷ്യയെ ആക്രമിച്ചിരുന്നു. റഷ്യയുടെ വമ്പൻ പെട്രോ കെമിക്കൽ പദ്ധതി തകർത്തുകൊണ്ടായിരുന്നു യുക്രൈൻ്റെ ആക്രമണം. റഷ്യൻ എണ്ണ വാതക പദ്ധതികളെ ലക്ഷ്യമിട്ടാണ് ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടന്നത്. ഇന്നലെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ബാഷ്കോർത്തോസ്ഥാൻ മേഖലയിലെ 2 യൂണിറ്റുകൾ തകർന്നതായി റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ 10ലേറെ റഷ്യൻ റിഫൈനറികൾ തകർക്കപ്പെട്ടിരുന്നു. ഇതോടെ ഈ മേഖലയിൽ ആശങ്കയുടെ പുതിയ കാർമേഘങ്ങൾ ഉരുണ്ടു തുടങ്ങിയിട്ടുണ്ട്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപ് തൻ്റെ നിലപാടിൽ നിന്ന് മലക്കമറിഞ്ഞ പശ്ചാത്തലത്തിലാണ് ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ വെറും കടലാസ് പുലിയാണെന്നും പോരാട്ടത്തിൽ ഉക്രൈൻ ജയിക്കുമെന്നും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കടലാസ് പുലിയല്ലെന്നും റഷ്യൻ സേന ബഹുദൂരം മുന്നേറുകയാണ് എന്ന് റഷ്യയും മറുപടി നൽകി. മധ്യേഷ്യ വീണ്ടും കലുഷിതമാകുന്നതും റഷ്യ ഉക്രൈൻ സംഘർഷം കനക്കുന്നതും ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ കരിനിഴൽ തീർക്കുകയാണ്. രാജ്യാന്തര എണ്ണവില കഴിഞ്ഞ ദിവസം ബാരലിന് $70 എത്തിയെങ്കിലും ലാഭമെടുപ്പിനെ തുടർന്ന് അല്പം താഴേക്കിറങ്ങി. എണ്ണവില 7 ആഴ്ചത്തെ ഉയരത്തിലേക്ക് കയറിയതോടെയാണ് വൻതോതിൽ ലാഭമെടുപ്പുണ്ടായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് തകർത്ത് മുന്നേറിയ സ്വർണവും ലാഭമെടുപ്പിൽ മുങ്ങി. ഔൺസിന് $3790 വരെ എത്തിയ വില ഇപ്പോഴുള്ളത് $3735. ഇതിൻ്റെ ചുവട് പിടിച്ച് കേരളത്തിലും കഴിഞ്ഞ ദിവസം സ്വർണ്ണവില കുറഞ്ഞിരുന്നു.